ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു ബൂളിയൻ ആൾജിബ്രയിൽ ഫംഗ്ഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ SOP, POS, Minterm, Maxterm ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മളൊരു ബൂളിയൻ എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കതിന് ബൈനറി വേരിയബിൾസ് വേണം, അതിനെ ലിങ്ക് ചെയ്യാൻ ഓപ്പറേറ്റേഴ്സ് വേണം, അതുപോലെ തന്നെ പാരന്തസിസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ ഈക്വൽ ടു സൈൻ വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും വരുന്നു. അങ്ങനെ എഴുതുന്ന ഒരു ഫംഗ്ഷനാണ് ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ബൂളിയൻ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. എത്ര വലിയ എക്സ്പ്രഷനാണ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് 0 അല്ലെങ്കിൽ 1 എന്ന രീതിയിലായിരിക്കും. നമുക്കൊരു ബൂളിയൻ ഫംഗ്ഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്നൊരു ആൾജിബ്രായിക് എക്സ്പ്രഷനായിട്ട് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഒരു ട്രൂത്ത് ടേബിൾ ഫോമിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ബൂളിയൻ ഫംഗ്ഷന് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ എക്സ്പ്രഷൻസ് വരാം. അത് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫോമിൽ മാത്രമല്ല വേറൊരു ഫോമിലും ചിലപ്പോൾ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. സോ ഒരു ഫംഗ്ഷന് തന്നെ ഒന്നിൽ കൂടുതൽ എക്സ്പ്രഷൻസ് വരാറുണ്ട്. നെക്സ്റ്റ് നമ്മളൊരു ബൂളിയൻ ഫംഗ്ഷൻ റെപ്രസെൻറ്റേഷൻ എഴുതിയതാണ്. ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു A or B and C എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് y എന്ന് പറയുന്ന ഔട്ട്പുട്ട്, y എന്ന് പറയുന്ന ഫംഗ്ഷൻ, അത് y എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സിയുടെയും ഒരു ഫംഗ്ഷനാണ് y എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? y ഈസ് എ ഫംഗ്ഷൻ ഓഫ് ABC എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഫംഗ്ഷൻ ഓഫ് ABC. ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ്റെ ഈ സൈഡിനെ നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾസ്, അതായത് എയും ബിയും സിയുമാണ് നമ്മുടെ ലിറ്ററൽസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്കൊരു ട്രൂത്ത് ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോമിൽ നമുക്ക് ആ ട്രൂത്ത് ടേബിൾ എത്ര റോസ് ഉണ്ടാവണം നോക്കണം. അപ്പം നമ്മൾ ട്രൂത്ത് ടേബിൾ നമ്മൾ ഓറിൻ്റെയും ആൻഡിൻ്റെയും ഒക്കെ ട്രൂത്ത് ടേബിൾ എഴുതിയ സമയത്ത് നമ്മൾ പറഞ്ഞു, നമ്മളത് എഴുതുന്ന സമയത്ത് നമ്മൾ അതിലുള്ള എല്ലാ പോസിബിൾ ഇൻപുട്ട് കോമ്പിനേഷൻസും നമ്മൾ നോക്കണം. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് റോസ് ട്രൂത്ത് ടേബിളിൽ നമുക്ക് വരുന്ന റോസിൻ്റെ എണ്ണം 2n ആയിരിക്കും. അതിൽ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ലിറ്ററൽസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻപുട്ട്സ്. നമ്മുടെ ഫംഗ്ഷൻസിൻ്റെ കേസിലാകുമ്പോൾ നമ്മൾ ലിറ്ററൽസ് എന്നാണ് പറയുക. എത്ര വേരിയബിൾസ് ഉണ്ട് അതിനാണ് n എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ടോട്ടൽ നമ്മൾ നമ്പർ ഓഫ് റോസ് 2n ആയിരിക്കും. അത് നമ്മൾ റോനെ കൗണ്ട് ചെയ്യുന്നത് 0 തൊട്ട് 2n-1 വരെയാണ് കൗണ്ട് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് റോനെ നമ്മൾ 0 ആണ് പറയുന്നത്, ലാസ്റ്റ് റോ 2n-1 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ നമുക്ക് n ഈക്വൽ ടു 2 വരുന്നൊരു കേസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. n ഈക്വൽ ടു 2 വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു 2 എന്ന് പറയുന്നത് 4 ആയിരിക്കും. നമുക്ക് 4 റോസ് വരുന്നുണ്ട്. ഈ 4 റോസിലെ ഫസ്റ്റ് റോനെ നമ്മൾ 0th റോ, ദെൻ 1, ദെൻ 2, ദെൻ 3 അപ് ടു 3 റോസ് വരെയാണ്, 0 to 3 വരെയുള്ള റോസാണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ഇപ്പോൾ ഏതൊരു ബൈനറി വേരിയബിൾ നമ്മൾ എടുക്കുമ്പോഴും അതിനെ 2 ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നെങ്കിൽ അതിനെ പ്രൈം ഇല്ലാതെ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ വേരിയബിൾ ആണെങ്കിൽ എ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിന് എ പ്രൈം അല്ലെങ്കിൽ എ ബാർ എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എ കോംപ്ലിമെൻ്റ് എ ബാർ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ബൂളിയൻ ഫംഗ്ഷൻ നമ്മൾ ബൈനറി വേരിയബിൾസിൻ്റെ ഫോമിലാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് 2 മെത്തേഡിൽ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. ഒരു മെത്തേഡാണ് സം ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പ്രൊഡക്റ്റ് ഓഫ് സംസ് എന്ന് പറയുന്നത്, SOP എന്നും POS എന്നും പറയും. നമുക്കതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് സം ഓഫ് പ്രൊഡക്ട്സ്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ തന്നെ പറയുന്നത് നോക്കണം, സം ഓഫ് പ്രൊഡക്ട്സ്, അതായത് പ്രൊഡക്ട്സിൻ്റെ സമ്മാണ് പറയുന്നത്. സോ നമുക്കിവിടെ ഇതൊരു എക്സാമ്പിൾ എഴുതിയിൽ നിന്ന് തുടങ്ങാം. സം ഓഫ് പ്രൊഡക്ട്സ്, നമുക്ക് പ്രൊഡക്റ്റ് ടേമാണ്, ഇതൊരു പ്രൊഡക്റ്റ് ടേമാണ്, ഇതൊരു പ്രൊഡക്റ്റ് ടേമാണ്, ഇത് വേറൊരു പ്രൊഡക്റ്റ് ടേമാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ടേമുകളുടെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സം ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം, നമ്മുടെ കേസിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താ, മൾട്ടിപ്ലിക്കേഷൻ, അതായത് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ അവിടെ നമുക്ക് എന്താണ് വരുന്നത്, ആൻഡ് ആണ് വരുന്നത്. സം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താ വരുന്നത്, ഓർ ആണ് വരുന്നത്. ഓക്കെ, ലോജിക്കൽ അഡീഷൻ ഓർ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സം ഓഫ് പ്രൊഡക്ട്സ്, പ്രൊഡക്റ്റിൻ്റെ സം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പ്രൊഡക്റ്റ് കണ്ടു, ഇനിയിപ്പോൾ ഒരു സെക്ഷൻ പ്രൊഡക്റ്റ്, അടുത്തൊരു പ്രൊഡക്റ്റ്, ഇവിടെ ഒരു പ്രൊഡക്റ്റ്. ഈ 3 പ്രൊഡക്റ്റ് നമ്മൾ കണ്ടതിന് ശേഷം അതിന് നമ്മൾ ഫൈനൽ എന്താ ചെയ്യുന്നത്, 3നെ നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്, അതായത് ഓർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ മീനിങ് എന്താണ്, നമ്മുടെ ഇൻപുട്ട് സൈഡിൽ നമുക്ക് എന്ത് ഗേറ്റ് ആണ് ഉണ്ടാവുക, ആൻഡ് ഗേറ്റ് ആണ് ഉണ്ടാവുക. ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് എന്താണ് വരിക, ഓർ ഗേറ്റ് ആണ് വരിക. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് SOP ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. പിന്നെ ഇതിലത്തെ ഓരോ ടേംസിനെയും, ഇപ്പോൾ ഫസ്റ്റ് ടേം നമ്മൾ AB എന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് ഓരോ ടേംസിനെയും നമ്മൾ എന്താ പറയുക, മിൻറ്റേം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയും. ഓക്കെ, പ്രൊഡക്റ്റ് ടേമിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, മിൻറ്റേം എന്ന് പറയുന്നത്. ഇത് അടുത്ത മിൻറ്റേമാണ്, ഇത് അടുത്ത മിൻറ്റേം, 3 മിൻറ്റേംസ് ഉണ്ട്. മിൻറ്റേമിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് MI എന്ന്, സ്മോൾ ലെറ്റർ MI എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മിൻറ്റേമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഒരു മിൻറ്റേമിൽ നമുക്ക് ബൈനറി വേരിയബിളിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. മിൻറ്റേമിൽ നമ്മൾ യൂഷ്വൽ റെപ്രസെൻറ്റേഷനാണ് മിൻറ്റേമിൽ വരുന്നത്. അതായത് 1 എന്ന് പറയുമ്പോൾ അതിനെ അൺപ്രൈംഡ് ആക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എയുടെ വാല്യൂ 1 എന്നാണ്. ഓക്കെ, അൺപ്രൈംഡ് ആയിരിക്കും. ഇനി നമ്മൾ എ പ്രൈം എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ എ ബാർ എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ആ വേരിയബിളിൻ്റെ വാല്യൂ 0 എന്നാണ്. അതായത് പ്രൈംഡ് വരുന്ന കേസിൽ 0 ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ മിൻറ്റേം
എ ബാർ ബി അല്ലെങ്കിൽ എ പ്രൈം ബി എന്ന് എഴുതിയ നമ്മളതിന് മീനിങ് എന്താണ്? നമ്മുടെ എ എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ 0 ആണ്, ബി എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ 1 ആണ്. അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ബൂളിയൻ എക്സാമ്പിൾ ട്രൂത്ത് ടേബിളിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ നോക്കാം. അപ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിൾ ജസ്റ്റ് അതിൻ്റെ ഇൻപുട്ട് കോമ്പിനേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്, ഔട്ട്പുട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് മിൻറ്റേം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിൻറ്റേമിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു MI എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എവിടെ നിന്നാന്ന് പറഞ്ഞു? സ്റ്റാർട്ട് ചെയ്യുന്ന M0യിൽ നിന്നാണ്. നമുക്ക് ഏതുവരെ ഉണ്ടായിരിക്കും? 2n-1. അതായത് നമുക്ക് 4, ഇവിടെ 2/2 ആണ്, 4 ആണ് വരുന്നത്. അപ്പോൾ n-1 എന്ന് പറയുമ്പോൾ 2/3, അതായത് M3 വരെയാണ് നമുക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക. ഇത് M0, then M1, then M2, then M3. M0 എന്ന് പറയുന്ന കോളം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇവിടെ നമുക്ക് എയും ബിയും നമുക്കുള്ള വാല്യൂ എന്താണ്? എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് രണ്ടും 0s ആണ്. രണ്ടും 0 വരുന്ന കേസിൽ നമുക്ക് എന്താണ്? പ്രൈമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എ പ്രൈം ബി പ്രൈം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് കേസിൽ നമുക്ക് എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? എക്ക് മാത്രം പ്രൈം എ പ്രൈം ബി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് കേസിൽ നമുക്ക് എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്കതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എ എന്ന് പറയുന്നതിന് 1 ആണ്, സോ എ എന്ന് മതി. ബി 0 ആണ്, സോ ബി പ്രൈം എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് തേർഡ് കേസ് വരുന്നത് എയും ബിയും നമുക്ക് 1 ആണ്. എയും ബിയും 1 ആകുമ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? M3 എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ M0 തൊട്ട് നമ്മൾ M3 വരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്മൾ 0നെ നമ്മൾ പ്രൈം ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, 1നെ നമ്മൾ പ്രൈം ഇല്ലാതെ അല്ലെങ്കിൽ ബാർ ഇല്ലാതെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റെപ്രസെൻറ്റേഷൻ പ്രൊഡക്റ്റ് ഓഫ് സം എന്താണെന്ന് നോക്കാം. POS എന്ന് പറയും. അപ്പോൾ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയ പ്രൊഡക്റ്റ് ഓഫ് സം, അതായത് സമ്മുകളുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് സമ്മാണ്, പിന്നെയാണ് നമ്മൾ പ്രൊഡക്റ്റിലേക്ക് പോകുന്നത്. അതായത് സമ്മ് കാണണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആദ്യം നമ്മൾ ഓർ ഓപ്പറേഷൻ ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻഡിലേക്ക് പോകുന്നു. അതാണ് അതിൻ്റെ മീനിങ്. അതായത് ഇൻപുട്ട് സൈഡിൽ നമുക്ക് എന്തായിരിക്കും? ഓർ ആയിരിക്കും, ഔട്ട്പുട്ട് സൈഡിൽ നമുക്ക് ആൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻഡ് ഫൈനൽ നമ്മൾ ആദ്യം ഓർ ചെയ്യുന്നു, പിന്നെ ഫൈനലി നമ്മൾ ആൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ ഇതവിടെ ഓർ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഓർ ചെയ്തു, ഇവിടെ ഒരു ഓർ ചെയ്തു. ഫൈനൽ നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ അതിനെ ആൻഡ് ചെയ്തു. ഇതിൻ്റെ കേസിലത്തെ ഓരോ ടേംസിനെയും നമ്മൾ എന്താ പറയുന്നത്? മാക്സ് ടേം എന്നാണ് പറയുക, സ്റ്റാൻഡേർഡ് സം എന്ന് പറയും. അല്ലെങ്കിൽ കാരണം സമ്മാണ്, ഓരോ ടേമും നമുക്ക് സമ്മാണല്ലോ. അപ്പം മാക്സ് ടേം എന്നാണ് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ MI വെച്ചിട്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്, മാക്സ് ടേം. ഓക്കെ, ഇനി നമുക്ക് മാക്സ് ടേമിൽ ബൈനറി എങ്ങനെ വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നോക്കാം. മാക്സ് ടേമിൻ്റെ കേസിൽ നമ്മുടെ മിൻ ടേമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. മിൻ ടേമിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? 1 വരുന്ന കേസിൽ നമ്മളതിന് എ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എ മീൻസ് ഇനി വേരിയബിൾ, ജസ്റ്റ് ഒരു വേരിയബിൾ പറഞ്ഞെന്നുള്ളൂ എ. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, 1 വരുന്ന കേസിൽ നമ്മളതിനെ പ്രൈം ഇട്ടിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രൈംഡ് ആണ് 1 എന്ന വാല്യൂ വരുന്ന കേസിൽ. എന്നാൽ 0 എന്ന വാല്യൂ വരികയാണെങ്കിലാണ് നമ്മൾ അതിനെ അൺപ്രൈം, അതായത് എ ആയിട്ട് എഴുതുക 0 വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. മാക്സ് ടേമിൻ്റെ എക്സ്പ്രഷൻ ഇപ്പം എ പ്രൈം പ്ലസ് ബി മീൻസ് ഓർ ബി, എ പ്രൈം ഓർ ബി എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? എ പ്രൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അത് 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അത് 0 ആണ്. 1 ഓർ 0 എന്നാണ് എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി നമുക്കതിനെ എങ്ങനെ ട്രൂത്ത് ടേബിളിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 0 to 2n-1 വരെ ഉണ്ടായിരിക്കും. ഫസ്റ്റിന് നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യും? ഫസ്റ്റ് കോളത്തിന് നമ്മൾ ഫസ്റ്റ് റോനെ നമ്മൾ M0 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും, ലാസ്റ്റിനെ നമുക്ക് M3 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് കേസിൽ നമുക്ക് നോക്കുമ്പോൾ എന്താണ്? രണ്ടും 0 ആണ്. ഫസ്റ്റ് കേസിൽ നമുക്ക് രണ്ടും 0 ആണ് വരുന്നത്. രണ്ടും 0 വരുമ്പോൾ നമുക്ക് എന്താണ്? ജസ്റ്റ് പ്രൈം ഇല്ലാതെ എഴുതുകയാണ് ചെയ്യുന്നത്. നോർമലായിട്ട് A + B എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് കേസ് വരുന്നത് നമ്മൾ A + B എന്ന് എഴുതി. ഇനി നമുക്ക് നെക്സ്റ്റ് കേസ് വരുന്ന കേസിൽ നോക്കാം. എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. സോ എ എന്ത് എഴുതി? എ ആയിട്ട് തന്നെ എഴുതി, ബി നമ്മൾ ബി പ്രൈം എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 0 ആണ്. സോ അതിന് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 1 വരുന്ന സമയത്ത് നമ്മൾ എ പ്രൈം എന്ന് ഡിനോട്ട് ചെയ്തു, 0 വരുന്ന സമയത്ത് അതിന് വെറും ബി എന്ന് മാത്രം നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് വരുന്ന കേസിൽ എയും 1 ആണ്, ബിയും 1 ആണ്. സോ എ പ്രൈം പ്ലസ് ബി പ്രൈം എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മിൻ ടേം എന്ന് പറയുമ്പോൾ അതൊരു പ്രൊഡക്റ്റ് ടേമാണ്. മാക്സ് ടേം എന്ന് പറയുമ്പോൾ അവിടെ സം ടേമാണ് വരുന്നത്. പിന്നെ മിൻ ടേം എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ 1ന് നമ്മൾ എ എന്ന് കൊടുക്കും, 0ക്ക് നമ്മൾ എ പ്രൈം എന്ന് കൊടുക്കും. മാക്സ് ടേമിൽ വരുമ്പോൾ നേരെ റിവേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ടേംസിൻ്റെയും മാക്സ് ടേംസിൻ്റെയും ഡെസിഗ്നേഷൻ എങ്ങനെയാണെന്നൊക്കെ അതിൻ്റെ ടേംസ് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ 3 ലിറ്ററൽസ് വരുന്നത് എയും ബിയും സിയുമാണ് നമ്മുടെ ലിറ്ററൽസ് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ
3 ഇറ്ററേഷൻസ് ഉണ്ട്. സോ നമുക്ക് 2n എന്ന് പറയുമ്പോൾ നമുക്ക് 2 അതായത് 8 റോസ് ഉണ്ടായിരിക്കും. 8 റോസ് എന്ന് പറയുമ്പോൾ 0 to 2n-1 വരെയാണ് എഴുതുക. അതായത് നമ്മൾ 0 to 7 വരെയാണ് എഴുതുക. ഫസ്റ്റ് കേസിൽ 0 എഴുതി നമ്മൾ, നെക്സ്റ്റ് കേസിൽ 0 എഴുതി, 0 അങ്ങനെ 0 തൊട്ട് 7 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കേസിൻ്റെതും നമ്മളതിൻ്റെ ഡെസിഗ്നേഷൻ നമുക്ക് അറിയുന്നതാണ്. M0, M1, M2 up to M7 വരെയാണ്. ഇനി മാക്സ് ടേംസിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. M0, M1, M2 up to M7 വരെയുള്ളത്. ഇനി നമുക്കതിൻ്റെ ടേംസ് എഴുതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, നമുക്ക് മിൻ ടേംസിൻ്റെ ടേംസ് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മളതിനെ മിൻ ടേംസിൽ 0 വരുന്ന സമയത്താണ് നമ്മൾ പ്രൈം ഇടുക. മാക്സ് ടേമിലാണെങ്കിൽ നമ്മൾ 1 വരുന്ന സമയത്താണ് പ്രൈം ഇടുക. അപ്പോൾ 0 കേസ് നമ്മൾ മിൻ ടേം നോക്കുകയാണെങ്കിൽ മിൻ ടേം എന്താണ്? പ്രൊഡക്റ്റ് ടേമാണ്. മാക്സ് ടേം എന്ന് പറയുന്നത് നമുക്ക് സം ടേമാണ്. സോ മിൻ ടേമിൻ്റെ കേസിൽ നമുക്കതിനെ പ്രൊഡക്റ്റായിട്ട് എഴുതുമ്പോൾ A', B', C' എന്ന് എഴുതും. കാരണം 3 0 ആണ്. സോ A', B', A', B', C' എന്ന് എഴുതും. ഇനി മാക്സ് ടേമിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്താണ്? 0 വരുന്ന സമയത്ത് നമ്മൾ അൺപ്രൈംഡ് ആയിട്ടാണ് എഴുതുക. സോ മാക്സ് ടേം സം ടേമാണ്. സോ A + B + C എന്ന് എഴുതും. ഇനി നമുക്ക് നെക്സ്റ്റ് 0, 1 കേസ് നോക്കാം. അതായത് ഈ ഒരു കേസ് വരുന്ന സമയത്ത് നമുക്ക് എക്ക് മാത്രമേ 0 ഉള്ളൂ. സോ A പ്രൈംഡ് ആയിരിക്കും, ബാക്കി രണ്ടും പ്രൈം ഇല്ലാതെ നമ്മൾ മിൻ ടേമിൽ എഴുതാം. മിൻ ടേമിൽ എഴുതുന്ന സമയത്ത് A', BC എന്ന് എഴുതും. ഇനി അതിൻ്റെ സമ്മായിട്ടാണ് നമ്മൾ മാക്സ് ടേമിൽ എഴുതുക. മാക്സ് ടേമിൽ എഴുതുന്ന സമയത്ത് എന്തുണ്ട്? 1 വരുന്ന സ്ഥലത്താണ് നമ്മൾ പ്രൈം ചെയ്യാം. സോ എന്തെഴുതാം? A + B' + C'. അങ്ങനെ നമ്മളതിന് എഴുതുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. 1 എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് അത് 3 എന്താണ്? 1 ആണ് വരുന്നത്. സോ നമുക്ക് മിൻ ടേം എഴുതുന്ന സമയത്ത് ABC എന്നാണ് എഴുതുക. മാക്സ് ടേം വരുന്ന സമയത്ത് നമുക്ക് എന്താണ്? പ്രൈം വേണം. സോ A' + B' + C'. ഇത്രയാണ് നമുക്കതിൽ നിന്ന് നോക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ മിൻ ടേമിൻ്റെ കേസിൽ നമ്മൾ പ്രൊഡക്റ്റ് ടേമായിട്ടാണ് എഴുതുക. മാക്സ് ടേമിൻ്റെ കേസിൽ നമ്മൾ സം ടേമായിട്ടാണ് എഴുതുക. മിൻ ടേമിൻ്റെ കേസിൽ നമ്മൾ 0 വരുന്ന സമയത്ത് പ്രൈമായിട്ട് എഴുതും. സാധാരണ നമ്മൾ എഴുതുന്നത് പോലെ 0 വരുന്ന സമയത്ത് A' എന്ന് എഴുതും, അല്ലെങ്കിൽ A' എന്ന് എഴുതും. എന്നാൽ മാക്സ് ടേമിൻ്റെ കേസിൽ നമ്മൾ 1 വരുന്ന സമയത്താണ് A' അല്ലെങ്കിൽ A' എഴുതുന്നത്. ഇനി നമുക്കത് ഏത് നമ്പറിന് വേണമെങ്കിൽ നമുക്കത് എഴുതി നോക്കാം. ഈ ഒരു റൂൾ ഫോളോ ചെയ്താൽ മതി. സോ നമുക്ക് നമ്മൾ മനസ്സിലായി, മിൻ ടേം എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്റ്റ് ഫോമാറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ആൻഡിൻ്റെ എക്സ്പ്രഷൻസ് ആയിട്ടാണ് നമുക്ക് മിൻ ടേം ഉണ്ടായിരിക്കുക. മാക്സ് ടേം എന്ന് പറയുന്നത് നമ്മൾ സം ഫോർമാറ്റിലാണ് എഴുതുക. അതായത് ഓറിൻ്റെ ഫോമിലായിരിക്കും മാക്സ് ടേം ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ഈ മിൻ ടേം മാക്സ് ടേം നമ്മൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിൽ പോകണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിൻ ടേം M0 എടുത്തു. M0 നമ്മൾ കണ്ടു. മിൻ ടേം എന്ന് പറയുന്നത് 0 വരുന്ന സമയത്ത് മിൻ ടേം എന്തായിരിക്കും? A', B', C' ആയിരിക്കും. ഇനി നമ്മൾ അതിനൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മിൻ ടേം എന്ന് പറയുന്നത് ആൻഡ് ടേമാണ്. മാക്സ് ടേം എന്ന് പറയുന്നത് ഓർ ടേമാണ്. സോ ആൻഡും ഓറും തമ്മിലൊരു റിലേഷൻ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ നമുക്കുള്ളത് ഡിമോർഗൻസ് ലോ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മളതിന് ഹോൾ കോംപ്ലിമെൻറ്റ് എടുക്കുന്നത്. ഹോൾ കോംപ്ലിമെൻറ്റ് എടുത്ത സമയത്ത് നമുക്ക് ഡിമോർഗൻസ് ലോ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? ഹോൾ കോംപ്ലിമെൻറ്റിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഓർ ചെയ്താൽ മതി. സോ നമ്മൾ A' ഡബിൾ പ്രൈം, അതായത് A', പിന്നെ അതിന് വീണ്ടും ഒന്നുകൂടി പ്രൈം ചെയ്തു, B' ഒന്നുകൂടി പ്രൈം ചെയ്തു, C' ഒന്നുകൂടി പ്രൈം ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡബിൾ നെഗേഷൻ ലോ വെച്ചിട്ട് A ഡബിൾ പ്രൈം വന്നാൽ എന്ത് വരും? A തന്നെ വരും. B ഡബിൾ പ്രൈം ചെയ്താൽ B തന്നെ വരും. C ഡബിൾ പ്രൈം ചെയ്താൽ C തന്നെ വരും. അതായത് M0 കിട്ടി. അതായത് നമുക്കിതിൽ നിന്ന് മനസ്സിലായത് എന്താണ്? നമ്മൾ ഒരു മിൻ ടേം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ മിൻ ടേമിൻ്റെയും കോംപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് എഴുതുന്നത് എങ്ങനെയാണ്? Mi = Mi' എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇനി മിൻ ടേം = മാക്സ് ടേമിൻ്റെ പ്രൈം, അല്ലെങ്കിൽ മാക്സ് ടേം = മിൻ ടേമിൻ്റെ പ്രൈമാണ് എന്ന് പറയാം. ബൂളിയനിൽ ബാക്കി വരുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.